അപ്പം ചങ്കളെ പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ. എന്നാൽ പെരുന്നാളിൻ്റെ പിറ്റത്തെ ദിവസം അമ്മായിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ വിചാരിച്ച് ഞങ്ങൾ പോയേ. അമ്മായിൻ്റെ മോളും ഞാനും വർത്തമാനം പറഞ്ഞുകൊടുക്കണം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവളും ഞാനും കുറേ വർഷമായി കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് നുണകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറയാൻ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇതും വേറൊരു അമ്മായിൻ്റെ മോളാട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ വീടെടുക്കടി എന്നിങ്ങനെ പറഞ്ഞ് സ്വയം കെടുത്തിയപ്പോൾ ഞാനൊന്ന് അവളെ വീഡിയോ പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട്. ഇത്രയും ദിവസം ബിരിയാണി നെയ്ച്ചോറല്ലായിരുന്നോ, എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സാധാ ചോറുകളും മൈക്കുള്ള കറികളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയേ. അപ്പം തന്നെ ഒരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. ഇവളാണെങ്കിൽ ഭയങ്കര അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ചാറും മോരുകറിയൊക്കെ ഞങ്ങൾ ഇവക്കാണ് കൊടുത്തത്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള അച്ചാർ മാങ്ങ. അപ്പോൾ തന്നെ അവൾ അച്ചാറിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. എന്നാൽ പിന്നെ അതിന് ശേഷം മക്കൾക്കൊക്കെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അവളുടെ മക്കളും എൻ്റെ മക്കൾ, എൻ്റെ അനിയത്തിൻ്റെ മക്കൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കും നല്ലൊരു ഇഷ്ടമായിരുന്നേ എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോഴേ. മക്കളൊക്കെ ചോറുണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾക്കായിരുന്നു അടുത്ത ചോറിനുള്ള പരിപാടി. അങ്ങനെ ഞാനും എൻ്റെ അമ്മായിൻ്റെ മോളും കൂടെ കൂടിയിട്ട് ഒരുമിച്ചായിരുന്നു ചോറുണ്ടത്. കാരണം ഇവളും ഞാനും അത്രയും നല്ല അടുത്ത് ബന്ധം ചെയ്തിട്ട് ഞങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നതേ. ഇപ്പോൾ കുറേ വർഷമായി ഞങ്ങൾ ഇതേപോലെയൊക്കെ ഒരുമിച്ച് ഇത് കഴിച്ചിട്ട്. അങ്ങനെയൊക്കെ ചോറൊക്കെ ഉണ്ട് പുറത്തൂടെയൊക്കെ ഒന്ന് പോയി കുറച്ച് റീൽസ് ഫോട്ടോസ് ഇതൊക്കെ എടുത്തു. ഇതൊക്കെ മെയിനാണല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് അവരുടെ റീൽസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനായിരുന്നു ക്യാമറയും പിടിച്ചുകൊണ്ട് നിന്നിരുന്നത്. പിന്നെ വീട്ടിലേക്ക് തന്നെ വന്ന് ലാസ്റ്റ് കട്ടായ ഒരു ഐസ്ക്രീം എല്ലാവരും വാങ്ങി. അതൊക്കെ കഴിച്ച് എല്ലാവരും പിരിയാന്നുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പിരിഞ്ഞു.